നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നതോടെ തൃശൂർ ചെമ്പക്കാവ് മൃഗശാലയിലേക്കുള്ള പ്രവേശനം സൗജന്യമാക്കി. 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്കായി ആകർഷകമായ നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ച് സപ്ലൈകോ. ഈർക്കിലി ഉപയോഗിച്ച് ഗുരുവായൂർ ക്ഷേത്ര മാതൃക തീർത്തിരിക്കുകയാണ് കോട്ടപ്പടി സ്വദേശി മാറോക്കി ബിജു. കലാഭവൻ സ്ഥാപകൻ ഫാദർ ആബേൽ CMIയുടെ 24ാമത് വാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. പുണ്യം പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനവും ജീവകാരുണ്യ നിധി ധനസഹായ വിതരണവും വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. വാർത്തകൾ വിശദമായി. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നതോടെ തൃശൂർ ചെമ്പക്കാവ് മൃഗശാലയിലേക്കുള്ള പ്രവേശനം സൗജന്യമാക്കി. മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞെങ്കിലും നിരവധി പേരാണ് ദിവസവും മൃഗശാലയും മ്യൂസിയവും സന്ദർശിക്കാനെത്തുന്നത്. ചെമ്പുകാവിലുള്ള മൃഗങ്ങളെ പൂർണ്ണമായും പുത്തൂരിലേക്ക് മാറ്റിയിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും നിരവധി സന്ദർശകരാണ് ഇവിടെ എത്തുന്നത്. 3 ഹിപ്പോപ്പൊട്ടാമസും സിംഹവും ഇപ്പോഴും തൃശൂർ മൃഗശാലയിൽ തന്നെയുണ്ട്. 5 കടുവകളിൽ 3 എണ്ണത്തിനെ മാത്രമാണ് പുത്തൂരിലേക്ക് കൊണ്ടുപോയത്. 2 പുലികളിൽ ഒന്നിനെ പുത്തൂരിലേക്ക് കൊണ്ടുപോയി. കുരങ്ങ്, മയിൽ, പാമ്പുകൾ, പുള്ളിമാൻ, മ്ലാവ്, കൃഷ്ണമൃഗം, പക്ഷികൾ തുടങ്ങിയവയും ചെമ്പുകാവ് മൃഗശാലയിൽ തന്നെയുണ്ട്. കൂടാതെ ആർട്ട് മ്യൂസിയവും പ്രവർത്തിക്കുന്നു. മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞതിനാൽ ഇപ്പോൾ ടിക്കറ്റ് വാങ്ങുന്നില്ലെന്നും ചെമ്പുകാവ് മൃഗശാലയെ കേരള സ്റ്റേറ്റ് മ്യൂസിയമാക്കി മാറ്റാനുള്ള പദ്ധതി തയ്യാറാക്കി വരുന്നതായും സൂപ്രണ്ട് TV അനിൽകുമാർ പറഞ്ഞു. ഇതോടൊപ്പം ഫിഷ് അക്വേറിയം ഉടൻ പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും 3D പ്രൊജക്ടർ പ്രദർശനം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 140 വർഷത്തോളം പഴക്കമുള്ള 190ഓളം ഇനങ്ങളിലുള്ള 500ൽ പരം മരങ്ങളുള്ള അപൂർവ ശേഖരമാണുള്ളത്. ഓക്സിജന്റെ കലവറയായ നഗരത്തിലെ പച്ചത്തുരുത്താണ് ചെമ്പുകാവ് മൃഗശാല മ്യൂസിയം. 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്കായി ആകർഷകമായ നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെറും 5 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാര. നാളെ മുതൽ ഈ ആനുകൂല്യങ്ങൾ പ്രാബല്യത്തിൽ വരും. നവംബർ 1 മുതൽ വിവിധ തരത്തിലുള്ള പദ്ധതികൾ സപ്ലൈകോ നടപ്പാക്കും. 250 കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക. 140 നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന രീതിയിൽ 14 ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കും. ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി പുഴുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് 20 കിലോഗ്രാം അരി നൽകും. ഈർക്കിലി ഉപയോഗിച്ച് ഗുരുവായൂർ ക്ഷേത്ര മാതൃക തീർത്തിരിക്കുകയാണ് കോട്ടപ്പടി സ്വദേശി മാറോക്കി ബിജു. ക്ഷേത്രത്തിനകം ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിവുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ് ഈ കലാകാരൻ. സിമന്റ് പണിക്കാരനായ ബിജു 10 മാസം എടുത്താണ് ഈർക്കിലിയിൽ ഗുരുവായൂർ ക്ഷേത്ര മാതൃക തീർത്തിരിക്കുന്നത്. 6 അടി നീളവും 4 അടി വീതിയുമുള്ള മാതൃകയ്ക്ക് 2.5 അടിയോളം ഉയരമുണ്ട്. കിഴക്കേ നടയിലെ ദീപസ്തംഭവും ഗോപുരവും മതിൽക്കെട്ടും അതേ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. കൊടിമരവും ചുറ്റമ്പലവും നടപ്പുരയും 4 അമ്പലവും അടക്കം 14 ഭാഗങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. പേപ്പറും കാർഡ്ബോർഡും ഉപയോഗിച്ച് ഓരോ ഭാഗവും തയ്യാറാക്കിയതിനു ശേഷം പശ ഉപയോഗിച്ച് ഈർക്കിൽ ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 5000ഓളം ഈർക്കിലിയാണ് ഇതിനായി വേണ്ടി വന്നത്. യൂട്യൂബിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് നേരത്തെ കോട്ടപ്പടി സെയിന്റ് ലാസേഴ്സ് പള്ളി നിർമ്മിച്ചിരുന്നു. പിന്നീടാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. ഇതറിഞ്ഞതോടെ നാട്ടിലെ ക്ലബ്ബുകാർ വലിയൊരു മേശ സമ്മാനിച്ചു. ഇതിനു മുകളിലാണ് മാതൃക നിർമ്മിച്ചത്. ജോലി കഴിഞ്ഞെത്തിയാൽ 1 മണിക്കൂർ നിർമ്മാണത്തിനായി നീക്കിവയ്ക്കുകയാണ് പതിവെന്ന് ബിജു പറഞ്ഞു. നിർമ്മാണത്തിന്റെ മഹത്വം കേട്ടറിഞ്ഞ നിരവധി പേരാണ് ദിവസവും ബിജുവിന്റെ വീട്ടിൽ എത്തുന്നത്. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കലാഭവൻ സ്ഥാപകൻ ഫാദർ ആബേൽ CMI 24ാമത് വാർഷിക അനുസ്മരണ സമ്മേളനം മേലൂർ തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ജാൻസി പൌലോസ് അധ്യക്ഷത വഹിച്ചു.
കലാഭവൻ ജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. PA ബക്കർ നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തെരഞ്ഞെടുത്ത പ്രഭാത് മാംബ്രയെ അനുമോദിച്ചു. തരംഗ് സെക്രട്ടറി കലാഭവൻ സുധി, തണൽ സാംസ്കാരിക സമിതി സെക്രട്ടറി KA സുധീർ, സിനി ആർട്ടിസ്റ്റ് CB കുട്ടപ്പൻ, രാജാമണി, പ്രദീപ് പൂലാനി, കുമാർ G വെണ്ണൂർ, അഖിലേഷ്, അയ്യപ്പദാസ്, അനശ്വർ പാലത്തിങ്കൽ, ശ്യാംകുമാർ, വിജേഷ് പേരുകുടി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ നടപ്പിലാക്കുന്ന പുണ്യം പദ്ധതിയുടെ രണ്ടാംഘട്ട ഉദ്ഘാടനവും ജീവകാരുണ്യ നിധി ധനസഹായ വിതരണവും വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. വാർഡ് കൌൺസിലർ നിത പോൾ, റെയ്സൻ ആലൂക്ക, MD ഡേവിസ്, ബിനു മഞ്ഞളി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 110 രൂപ കൂടി ഗ്രാമിന് 11,245 രൂപ, പവന് 89,960 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നതോടെ തൃശൂർ ചെമ്പക്കാവ് മൃഗശാലയിലേക്കുള്ള പ്രവേശനം സൗജന്യമാക്കി. 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഉപഭോക്താക്കൾക്കായി ആകർഷകമായ നിരവധി ഓഫറുകൾ പ്രഖ്യാപിച്ച് സപ്ലൈകോ. ഈർക്കിലി ഉപയോഗിച്ച് ഗുരുവായൂർ ക്ഷേത്ര മാതൃക തീർത്തിരിക്കുകയാണ് കോട്ടപ്പടി സ്വദേശി മാറോക്കി ബിജു. കലാഭവൻ സ്ഥാപകൻ ഫാദർ ആബേൽ CMIയുടെ 24ാമത് വാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി. പുണ്യം പദ്ധതിയുടെ രണ്ടാംഘട്ട ഉദ്ഘാടനവും ജീവകാരുണ്യ നിധി ധനസഹായ വിതരണവും വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.